ഹലോ എവരിവൺ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൺസ്ട്രക്റ്റേഴ്സാണ്. സി ഷാർപ്പ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് നമ്മൾ എന്തിനാണ് കൺസ്ട്രക്ടർ യൂസ് ചെയ്യുന്നത്, ഏതൊക്കെ ടൈപ്പ് കൺസ്ട്രക്റ്റേഴ്സാണുള്ളത്, എന്തൊക്കെയാണ് അതിൻ്റെ എക്സാമ്പിൾസൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ആദ്യം തന്നെ കൺസ്ട്രക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്ന് നോക്കാം. സി ഷാർപ്പ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഒരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയതുകൊണ്ട് തന്നെ ജാവയ്ക്കകത്തൊക്കെ യൂസ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റാണ് ഈ കൺസ്ട്രക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയിട്ടുള്ള സി ഷാർപ്പിനകത്തും ഈ കൺസ്ട്രക്ടർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി എന്തിനാണ് ഈ കൺസ്ട്രക്ടർ യൂസ് ചെയ്യുന്നത്? നമ്മൾ സി ഷാർപ്പ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് നമ്മൾ ഒബ്ജക്ട്സും ക്ലാസ്സും ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്ത് അതിനകത്ത് കുറേ ഡാറ്റ മെമ്പേഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ആ ക്ലാസ്സിന് വേണ്ടിയിട്ട് ഒരുപാട് ഒബ്ജക്ട്സ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കും, അതായത് നമ്മളുടെ ആ ഡിമാൻഡിനനുസരിച്ച്. അപ്പോൾ അങ്ങനെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനകത്തേക്ക് ഈ ഡാറ്റ മെമ്പേഴ്സിനെ ഇനീഷ്യലൈസ് ചെയ്ത് കൊടുക്കാനാണ് നമ്മൾ കൺസ്ട്രക്ടർ എന്നുള്ള ഈ ഒരു സ്പെഷ്യൽ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. എപ്പോഴൊക്കെയാണോ ഒബ്ജക്റ്റ് ക്രിയേഷൻ നടക്കുന്നത് അപ്പോഴൊക്കെ ഈ കൺസ്ട്രക്ടറിനെ ഓട്ടോമാറ്റിക്കലി ഇൻവോക്ക് ചെയ്തുകൊണ്ടിരിക്കും നമ്മളുടെ ഈ ഒരു സിസ്റ്റം. ഓക്കെ, അപ്പോൾ എന്തിനാണ് കൺസ്ട്രക്ടർ എന്ന് മനസ്സിലായില്ലേ? ഒബ്ജക്ട്സിനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിലേക്ക് ഡാറ്റ മെമ്പേഴ്സിനെ ഇനീഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഈ കൺസ്ട്രക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ കൺസ്ട്രക്ടറിന് പൊതുവേ ക്ലാസ്സിൻ്റെ പേര് എന്താണോ കൊടുക്കുന്നത് അത് തന്നെയാണ് കൺസ്ട്രക്ടറിന് കൊടുക്കുക, അല്ലാതെ ഡിഫറെൻറ്റ് പേരൊന്നും കൊടുക്കാറില്ല. മെയിനായിട്ട് 2 ടൈപ്പിലുള്ള കൺസ്ട്രക്ടേഴ്സാണ് സി ഷാർപ്പ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് യൂസ് ചെയ്യുന്നത്. ഒന്ന് ഡിഫോൾട്ട് കൺസ്ട്രക്ടറും ഒന്ന് പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടറും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഡിഫോൾട്ട് കൺസ്ട്രക്ടർ എന്താണെന്ന് നോക്കാം. ഡിഫോൾട്ട് കൺസ്ട്രക്ടർ എന്ന് പറഞ്ഞാൽ ഒരു കൺസ്ട്രക്ടർ ഇസ് എ ടൈപ്പ് ഓഫ് കൺസ്ട്രക്ടറാണ് വിത്ത് നോ ആർഗ്യുമെൻ്റ് ആണ്. അതായത് ഇതിനകത്ത് നമ്മൾ പാരാമീറ്റേഴ്സ് ഒന്നും പാസ് ചെയ്ത് കൊടുക്കുന്നില്ല, ഡിഫോൾട്ടായിട്ടാണ് കൺസ്ട്രക്ടറിനെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇതും നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒബ്ജക്റ്റ് ക്രിയേറ്റിംഗ് ടൈമിൽ അത് ഓട്ടോമാറ്റിക്കലി ഇൻവോക്ക് ചെയ്തോളും. പക്ഷേ ഇവിടെ നമ്മൾ ആർഗ്യുമെൻറ്റ്സ് ഒന്നും പാസ് ചെയ്ത് കൊടുക്കുന്നില്ല എന്ന് മാത്രം. ഇവിടെ നമ്മൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. പബ്ലിക് എംപ്ലോയി ക്ലാസ് റൈറ്റ് ലൈൻ ഡിഫോൾട്ട് കൺസ്ട്രക്ടർ ഇൻവോക്ക്. നമ്മൾ ഡിഫോൾട്ട് ആയതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒരു മെസ്സേജ് പാസ് ചെയ്ത് കൊടുക്കുന്നു എന്ന് മാത്രം. ഇത് വർക്ക് ആവുന്നുണ്ട് കാണിക്കാൻ. ഇവിടെ ഈ പബ്ലിക് എംപ്ലോയി എന്ന് പറഞ്ഞതാണ് നമ്മളുടെ കൺസ്ട്രക്ടർ. ഇവിടെ നമ്മൾ ആർഗ്യുമെൻറ്റ്സ് ഒന്നും പാസ് ചെയ്ത് കൊടുത്തിട്ടില്ല. പിന്നെ പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ സ്ട്രിങ് എന്ന് പറഞ്ഞ് നമ്മളുടെ മെയിൻ മെത്തേഡിലേക്ക് കടക്കുന്നു. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളുടെ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നു. എംപ്ലോയി E1 ന്യൂ എംപ്ലോയി, എംപ്ലോയി E2 ന്യൂ എംപ്ലോയി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ക്ലാസ്സിനെ നമ്മളുടെ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ഈ പബ്ലിക് എംപ്ലോയി എന്തായി? ഓട്ടോമാറ്റിക്കലി അത് ഇൻവോക്ക് ആകും. അപ്പോൾ നമുക്കിവിടെ റിസൾട്ടായിട്ട്, ഇപ്പോൾ ഇവിടെ ഡിഫോൾട്ടിൻ്റെ കേസിൽ ജസ്റ്റ് റിസൾട്ടായിട്ട് നമുക്ക് ഈ റൈറ്റ് ലൈനിൻ്റെ പോയിൻറ്റ്സ് മാത്രമേ വരുള്ളൂ. എന്താണ്? ഡിഫോൾട്ട് കൺസ്ട്രക്ടർ ഇൻവോക്ക്ഡ്, ഡിഫോൾട്ട് കൺസ്ട്രക്ടർ ഇൻവോക്ക്ഡ്. ഓക്കെ, അത്രയാണ് ഡിഫോൾട്ട് കൺസ്ട്രക്ടറെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ നമ്മളുടെ പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ, ഇതാണ് ഒന്നും കൂടെ പോപ്പുലറായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടൈപ്പ് കൺസ്ട്രക്ടർ. ഈ കൺസ്ട്രക്ടറിനകത്ത് ഈ പേര് പോലെ തന്നെ അതിൻ്റെ പാരാമീറ്റേഴ്സ് നമ്മൾ പാസ് ചെയ്ത് കൊടുക്കും. വിച്ച് ഹാസ് പാരാമീറ്റേഴ്സ് എന്നാണ് ഈ കൺസ്ട്രക്ടറെ കുറിച്ച് പറയുന്നത്. ഇതും നമ്മളുടെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റിന് ഓട്ടോമാറ്റിക്കലി ഇൻവോക്ക് ചെയ്യും. മാത്രമല്ല ഡിഫറെൻറ്റ് വാല്യൂസ് പ്രൊവൈഡ് ചെയ്യാൻ യൂസ് ചെയ്യാൻ കഴിയും. ഇവിടെ നമുക്ക് കാണാം യൂസിങ് സിസ്റ്റം പബ്ലിക് ക്ലാസ് എംപ്ലോയി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ക്ലാസ് അവിടെ ക്രിയേറ്റ് ചെയ്തു. ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നതോടുകൂടി അതിൻ്റെ ഡാറ്റ മെമ്പേഴ്സിനെ ക്രിയേറ്റ് ചെയ്തു. പബ്ലിക് ഇൻ്റെ ID, പബ്ലിക് സ്ട്രിങ് നെയിം, പബ്ലിക് ഫ്ലോട്ട് സാലറി, പബ്ലിക് എംപ്ലോയി ഇൻ്റെ സ്ട്രിങ് എൻ ഫ്ലോട്ടിസ് എന്ന് പറഞ്ഞ് നമ്മളുടെ കൺസ്ട്രക്ടർ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. കൺസ്ട്രക്ടറിനകത്ത് കുറേ വേരിയബിൾസ് കൊടുത്തു. ID = I, നെയിം = N, സാലറി = S എന്നൊക്കെ പറഞ്ഞ് അവിടെ ഇനീഷ്യലൈസ് ചെയ്ത് കൊടുത്തു. പിന്നെ നമ്മൾ അടുത്ത മെത്തേഡ്, അപ്പോൾ 2 മെത്തേഡായിട്ടോ. ഒരു മെത്തേഡ് എംപ്ലോയി എന്ന് പറഞ്ഞ് നമ്മൾ കൺസ്ട്രക്ടർ മെത്തേഡ് ക്രിയേറ്റ് ചെയ്തു. ഇനി നമ്മൾ ഡിസ്പ്ലേ എന്ന് പറഞ്ഞൊരു മെത്തേഡാണ് കൊടുക്കുന്നത്. കാരണം നമുക്ക് എന്ത് ചെയ്യണം? IDയും നെയിമും സാലറിയൊക്കെ ഒന്ന് ഡിസ്പ്ലേ ചെയ്ത് കാണണം. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ മറ്റൊരു ക്ലാസ് ഉണ്ടാക്കി, ടെസ്റ്റ് എംപ്ലോയി എന്ന് പറഞ്ഞിട്ട്. അതിനകത്താണ് മെയിൻ മെത്തേഡ് കൊടുക്കുന്നത്. പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ സ്ട്രിങ് ആർഗ്യുമെൻറ്റ്സ്. എന്നിട്ട് നമ്മൾ നമ്മളുടെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. എന്താണ്? എംപ്ലോയി E1 ന്യൂ എംപ്ലോയി എന്ന് പറഞ്ഞതിനകത്ത് ID കൊടുത്തു 101, നെയിം കൊടുത്തു സോനു, പിന്നെ ഒരു വാല്യൂ കൊടുത്തു. എന്ത് വാല്യൂ? സാലറി കൊടുത്തു. പിന്നെ എംപ്ലോയി E2 എന്ന് പറഞ്ഞ അടുത്ത ഒബ്ജക്റ്റ് ഉണ്ടായി. ന്യൂ എംപ്ലോയി 102 മഹേഷ്, പിന്നെ ഒരു സാലറിയും കൊടുത്തു.
അപ്പോൾ നമ്മൾ വാല്യൂസൊക്കെ ആ ഒബ്ജക്റ്റിലേക്ക് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അതൊക്കെ അതിനകത്തേക്ക് ഇൻപുട്ടായിട്ട് എത്തിയിട്ടുണ്ടോ എന്ന് കാണണമെങ്കിൽ നമുക്കത് ഔട്ട്പുട്ടായിട്ട് കാണാം. അതിനാണ് നമ്മൾ ഈ ഡിസ്പ്ലേ എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡ് യൂസ് ചെയ്തിട്ടുള്ളത്. E1 ഡോട്ട് ഡിസ്പ്ലേ, E2 ഡോട്ട് ഡിസ്പ്ലേ, അങ്ങനെ രണ്ട് ടൈപ്പിലുള്ള രണ്ട് രീതിയിൽ നമ്മൾ ഡിസ്പ്ലേ മെത്തേഡ് ഇൻവോക്ക് ചെയ്തു. അങ്ങനെ അപ്പോൾ ഔട്ട്പുട്ട് വരുമ്പോൾ എങ്ങനെയാണ് വരിക? 101 സോനു സാലറി കൊടുക്കും, 102 മഹേഷ് സാലറി കൊടുക്കും. ജസ്റ്റ് നമുക്കിവിടെ ഡിസ്പ്ലേ ആക്കി വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് വലിയ വലിയ പ്രോഗ്രാമിങ് ഇങ്ങനെയൊന്നും അല്ല കേട്ടോ. അതിൻ്റെ ലോജിക്സ് വളരെ ഡിഫറെൻ്റ് ആയിരിക്കും. നമ്മൾ ജസ്റ്റ് ഇവിടെ നമുക്ക് ഈ കൺസ്ട്രക്ടറിൻ്റെ മെത്തേഡ്സ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ലോജിക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ സാലറി ഐഡിയ ഒക്കെ വെച്ചിട്ട് ഈ ഒരു എക്സാമ്പിൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ രണ്ടിൻ്റെ എക്സാമ്പിൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു. ഡിഫോൾട്ട് കൺസ്ട്രക്ടറിൻ്റെ അതെ, പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടറിൻ്റെ അതെ. അപ്പോൾ എന്താണ് നമ്മളിവിടെ കൺസ്ട്രക്ടർ എന്ന് പറഞ്ഞു ആദ്യം. എന്തായിരുന്നു കൺസ്ട്രക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ C# പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് യൂസ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ മെത്തേഡാണ്. ഇത് പൊതുവേ നമ്മൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസുകളിലൊക്കെ യൂസ് ചെയ്യാറുണ്ട്. നമ്മൾ ആദ്യം തന്നെ ക്ലാസ് ക്രിയേറ്റ് ചെയ്യും, അതിൻ്റെ കൂടെ ഡാറ്റ മെമ്പേഴ്സ് കൊണ്ടുവരും. പിന്നെ നമ്മൾ ആ ക്ലാസ്സിന് വേണ്ടിയിട്ടുള്ള ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇൻവോക്ക് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഈ കൺസ്ട്രക്ടർ എന്ന് പറയുന്നത്. എന്തിനാണ് അത് യൂസ് ചെയ്യുന്നത്? ഒബ്ജക്ട്സിലേക്ക് ഡാറ്റ മെമ്പേഴ്സിനെ ഇനീഷ്യലൈസ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ കോൺസെപ്റ്റ്. പിന്നെ C# നമ്മൾ ക്ലാസ്സിന് എന്ത് പേരാണോ കൊടുക്കുന്നത് ആ പേര് തന്നെയാണ് കൺസ്ട്രക്ടറിനും കൊടുക്കുന്നത്. പിന്നെ നമ്മൾ രണ്ട് ടൈപ്പിലുള്ള കൺസ്ട്രക്ടേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ്? ഒന്ന് ഡിഫോൾട്ട് കൺസ്ട്രക്ടറും പിന്നെ ഒന്ന് പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടറും. ഡിഫോൾട്ട് കൺസ്ട്രക്ടർ എന്ന് പറഞ്ഞാൽ വിത്ത് നോ ആർഗ്യുമെൻറ്റ്സ് ആണ്. അതായത് നമ്മൾ ഡാറ്റയൊന്നും അപ്പോൾ പാസ് ചെയ്ത് കൊടുക്കുന്നില്ല. അത്തരം കൺസ്ട്രക്ടറാണ് ഡിഫോൾട്ട് കൺസ്ട്രക്ടർ. എങ്കിലും ക്രിയേറ്റിംഗ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ടൈമിൽ അത് ഇൻവോക്ക് ആവും. അതിൻ്റെ എക്സാമ്പിൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു. പിന്നെ നമ്മൾ പറഞ്ഞ പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടറാണ്. പാരാമീറ്ററൈസ്ഡ് ആകുമ്പോൾ അതിൻ്റെ അകത്ത് കൺസ്ട്രക്ടർ പാസ് ചെയ്യുമ്പോൾ അതിനകത്ത് പാരാമീറ്റേഴ്സ് വാല്യൂസ് ഉണ്ടായിരിക്കും. ഇത് ഡിഫറെൻ്റ് ആയിട്ടുള്ള വാല്യൂസ് നമ്മളുടെ ഒബ്ജക്റ്റിന് കൊടുക്കുക എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിളും നമ്മൾ പറഞ്ഞു. എന്താണ്? എംപ്ലോയിൻ്റെ എക്സാമ്പിളാണ് നമ്മൾ പറഞ്ഞത്. എംപ്ലോയിക്ക് എന്തൊക്കെയാണ് ഡാറ്റ മെമ്പേഴ്സ് ഉള്ളത്? ID ഉണ്ട്, നെയിം ഉണ്ട്, സാലറി ഉണ്ട്. പിന്നെ അത് വെച്ച് നമ്മൾ കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്തു, പബ്ലിക് എംപ്ലോയി എന്ന് പറഞ്ഞ്. എന്നിട്ട് വാല്യൂസൊക്കെ ഒന്ന് ഇനീഷ്യലൈസ് ചെയ്ത് കൊടുത്തു. പിന്നെ ഡിസ്പ്ലേ എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഇൻവോക്ക് ചെയ്തു, അല്ലാതെ ക്രിയേറ്റ് ചെയ്തു. പിന്നെ നമ്മൾ അടുത്ത ക്ലാസ് ഉണ്ടാക്കി പബ്ലിക് ടെസ്റ്റ് എംപ്ലോയി എന്ന് പറഞ്ഞിട്ട്. അതിനകത്താണ് നമ്മൾ ഒബ്ജക്റ്റ് ക്രിയേഷൻ ചെയ്തത്. അങ്ങനെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ കൺസ്ട്രക്ടറിനെ കോൾ ചെയ്യും, അതിലേക്ക് ഈ വാല്യൂസൊക്കെ പാസ് ചെയ്ത് കൊടുക്കും. പിന്നെ നമ്മൾ E1 ഡോട്ട് ഡിസ്പ്ലേ, E2 ഡോട്ട് ഡിസ്പ്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആ വാല്യൂസൊക്കെ ഡിസ്പ്ലേ ചെയ്ത് കൊടുക്കും. ഇത്രയാണ് കൺസ്ട്രക്ടറിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡീകൺസ്ട്രക്ടർ ഡിസ്കസ് ചെയ്യാനുണ്ട്. നമുക്ക് അടുത്ത ക്ലാസ്സിലായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ കോൺസെപ്റ്റൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എക്സാമിന് ചോദിക്കുമ്പോൾ എന്താണ് കൺസ്ട്രക്ടർ എന്ന് പറയുക, എന്തിനാണ് കൺസ്ട്രക്ടർ എന്ന് പറയുക, ഏതൊക്കെ ടൈപ്പിലുണ്ടെന്ന് കൺസ്ട്രക്ടർ പറയുക, ഓരോന്നും എന്താണെന്ന് പറയുക, വിത്ത് എക്സാമ്പിൾസും കൂടി കൊടുത്തു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഫുൾ മാർക്ക്. ഓക്കെ, അപ്പോൾ കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.